തങ്ങൾക്കൊരു നല്ല ഭവനം പണിയുന്നതിന് തിരുക്കുടുംബ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവിനോട് ഈ കുടുംബം നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി പലപ്പോഴും യൗസേപ്പിതാവിൻ്റെ സാന്നിധ്യം ഇവർക്ക് അനുഭവപ്പെട്ടിരുന്നു. 9 മുറികളും അടിമുറിയും ചുറ്റോടു ചുറ്റും വരാന്തയും മുൻവശത്ത് വരുന്നവർക്കെല്ലാം ഇരിക്കുവാൻ തക്കവണ്ണമുള്ള വലിയൊരു ഹോളും പിൻവശത്ത് വർക്കേരിയയുമുള്ള ഈ വലിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയം ഇതിൻ്റെ ഉത്തരം കയറ്റി ഓടുമേഞ്ഞ് പണിക്കാർ ഇറങ്ങി. ചോറൂണിൻ്റെ സമയം ഒരു ട്രിപ്പ് ഊണ് കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഉണ്ണാൻ തുടങ്ങുമ്പോഴേക്കും മേഞ്ഞിരുന്ന ഓടടക്കം ഭിത്തി ചെരിഞ്ഞു പോന്നു. ഒരു വശം ഭിത്തി വീഴാൻ പോകുന്നത് കണ്ട് എല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടായിരുന്ന അന്നാസ്കറിയ ദമ്പതിമാർ തങ്ങളുടെ മക്കളുടെ കയ്യിൽ തിരിയും തീപ്പെട്ടിയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ സ്കൂളിൽ പോയി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ മെഴുകുതിരി കത്തിച്ച് കൈവിരിച്ചു പിടിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്. മക്കളെ, യൗസേപ്പ് പിതാവും മാതാവും നമ്മുടെ വീട് താങ്ങിക്കൊള്ളാൻ ഈശോയോട് അപ്പോൾ പറയും. 4 വയസ്സും 7 വയസ്സും 10 വയസ്സും 14 വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങൾ ഉടനെ ഇത് അനുസരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു വന്നപ്പോൾ ഭിത്തിക്ക് താങ്ങുകൾ കൊടുത്ത് നിർത്തിക്കൊണ്ട് ഉത്തരവും കഴുക്കോലുമെല്ലാം ശരിയാക്കിയതാണ് അവർ കണ്ടത്. വർഷങ്ങളോളം ആ ഭിത്തി ചെരിഞ്ഞ ഭിത്തിയായി യാതൊരു കേടും കൂടാതെ വീട് മുഴുവൻ താങ്ങി നിർത്തി. ആ ഭിത്തി ആരോ പിടിച്ചു നിർത്തിയതുപോലെ യാതൊരു കേടും പിന്നെ വർഷങ്ങളോളം ഉണ്ടായതേയില്ല. താങ്ങുകളെല്ലാം എടുത്തു മാറ്റി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ഉറക്കൊഴിവ് നിഷ്ഫലമാകും എന്ന സങ്കീർത്തനം അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയായി എന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലാക്കുവാൻ ഈ സംഭവം മതിയായിരുന്നു. സ്കറിയ ദമ്പതിമാരുടെ 3ാമത്തെ കുഞ്ഞായ ജോസഫിന് സംസാരശേഷി ഇല്ലാതിരുന്നതിനാൽ അവർ ഒരു നേർച്ച നേർന്നു. 5 വയസ്സ് ആയിട്ടും പറയുന്നത് എന്താണെന്ന് ആർക്കും തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഭരണങ്ങാനത്ത് പല പ്രാവശ്യം പോയിട്ടുള്ളവരും ആ നാടിനടുത്ത് താമസിച്ചിരുന്നവരുമായ ഈ ദമ്പതിമാർക്ക് അൽഫോൻസാമ്മയുടെ ജീവിത വിശുദ്ധിയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ മധ്യസ്ഥ ശക്തിയാൽ തങ്ങളുടെ കുഞ്ഞിന് സംസാരശേഷി ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചു. 5ാമത്തെ വയസ്സിൽ കുഞ്ഞിനെയും കൊണ്ട് അവർ ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന സമയം തങ്ങളുടെ കുഞ്ഞിനെ ചേർത്ത് നിർത്തി കുഞ്ഞിനു വേണ്ടി ആ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഭക്തി നിർഭരമായ മൗന നിമിഷങ്ങൾക്ക് ശേഷം അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞിനെ എങ്ങും കാണുവാനില്ല. ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവരോടെല്ലാം കുഞ്ഞിനെ കണ്ടുവോ എന്ന് തിരക്കി. അൽഫോൻസാമ്മയുടെ മരണത്തിരുന്നാൾ ദിവസമായിരുന്നതിനാൽ ധാരാളം ജനം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ചോദിച്ച് മടുത്തതിനു ശേഷം അവർ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു, എൻ്റെ അൽഫോൻസാമ്മയും ഞങ്ങളുടെ കുഞ്ഞ് സംസാരിച്ചില്ലെങ്കിലും അവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി. കുഞ്ഞിൻ്റെ സംസാരശേഷിക്കുറവിനെക്കുറിച്ചുള്ള അതീവ ദുഃഖം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം തന്ന കുറവുകളോടെ ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർ പ്രാർത്ഥിച്ചു. ഹൃദയം തന്ത്രികളിൽ ഈ പ്രാർത്ഥന ഉരുവിട്ട് തീരുന്ന നിമിഷം തന്നെ അങ്ങകലെ കിണറ്റിൻ്റെ അരികിൽ തങ്ങളുടെ കൊച്ചുമകൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവർക്ക് ദൃശ്യമായി. ഓടിച്ചെന്ന് അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. എങ്ങനെ എൻ്റെ മകൻ ഇവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഉടൻ തന്നെ ശരിയായ ഉത്തരം കൊടുത്തു. എല്ലാവരും വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാനും വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. പിന്നെ നോക്കുമ്പോൾ നിങ്ങളെ കണ്ടില്ല. നിങ്ങളുടെ അടുത്തെത്താൻ എനിക്ക് വഴി അറിയില്ലായിരുന്നു.
ഞാൻ അതുകൊണ്ടാണ് കരഞ്ഞത്. ഇങ്ങനെ സ്പഷ്ടമായും സ്ഫുടതയോടും കൂടി കുഞ്ഞ് സംസാരിച്ചത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. മലബാറിൽ ചെന്ന് 1 വർഷം തികയുന്നതിനു മുൻപേ കാട്ടിൽ കൂടി രാത്രി നടന്നു വരുമ്പോൾ തൻ്റെ മെഴുകുതിരി തീർന്നു പോയതിനാൽ ആ കാട്ടിൽ വഴി അറിയാത്തതുപോലെ നടക്കേണ്ടി വന്നു. ഉടൻ തന്നെ വഴികാട്ടിയായ വിശുദ്ധ യൗസേപ്പിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴതാ മുന്നിൽ ഒരു ചെറിയ വെളിച്ചം പോകുന്നു. സ്കറിയ ചേട്ടൻ ആ വെളിച്ചം കൊണ്ടുപോകുന്നയാളെ കൂകി വിളിച്ചു. പക്ഷേ അയാൾ സ്പീഡിൽ നടക്കുന്നത് പോലെ സ്കറിയ ചേട്ടൻ അയാളുടെ ഒപ്പം എത്തുന്നതിന് അതിവേഗം നടന്നു. അടുത്തെത്താൻ കഴിയാത്ത വിധം ആ വെളിച്ചം തൊട്ടു മുൻപിലായി നീങ്ങി. നിങ്ങൾ ആരാ? ഒന്ന് നിൽക്കുമോ? വെളിച്ചം എനിക്ക് കൂടി തരുമോ? അദ്ദേഹത്തെ കൂകി വിളിച്ചു. എന്നാൽ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. പകരം കാടിനു വെളിയിലുള്ള വഴിയിലെത്തിച്ച് വീട്ടിലേക്ക് തിരിയേണ്ട നല്ല വഴിയിലാക്കി വെളിച്ചം അപ്രത്യക്ഷമാവുകയായിരുന്നു. യൗസേപ്പ് പിതാവാണ് വെളിച്ചം നൽകിയതെന്ന് അദ്ദേഹം എല്ലാവരോടും പങ്കുവച്ചു. 2025 ജൂബിലി വർഷത്തിൽ മലബാറിലെ ആദ്യ കുടിയേറ്റ പ്രദേശമായ കുളത്തുവയൽ ഫൊറോനയിലെ സമർപ്പിതർക്കായുള്ള സംഗമത്തിൽ അവിടെ ജനിച്ചു വളർന്ന് ദൈവവിളി സ്വീകരിച്ച 50ഉം 25ഉം വർഷമായ സമർപ്പിതരെ കുളത്തുവയൽ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റെക്ടർ ഡോക്ടർ കളരിക്കലച്ചൻ സ്വീകരിച്ചാദരിക്കുകയും തലശ്ശേരി രൂപതാധ്യക്ഷനായ മാർ റെമീജിയൂസ് പിതാവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ആദ്യ കുടിയേറ്റക്കാരനായ ഔസേപ്പ് അന്ന മകനായ സ്കറിയയുടെ മകൾ സിസ്റ്റർ മേഴ്സി മരിയ CSM എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. സ്കറിയ അന്ന ദമ്പതിമാർക്ക് വൈദികരോടും സിസ്റ്റേഴ്സിനോടും പ്രത്യേകം പരിഗണനയും മാത്രമല്ല അവരോട് വലിയ ബഹുമാനവും ഉണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വൈദികരും സന്യസ്തരും ഉണ്ടാകുന്നതിന് പ്രത്യേകം പ്രാർത്ഥനകൾ അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നക്കുട്ടിയുടെ സാമീപ്യത്തെ ഏറെ സ്നേഹിച്ചിരുന്ന അനുജത്തി ത്രേസ്യാമ്മയും അന്നക്കുട്ടി സ്കറിയ ദമ്പതികളുടെ 2 മക്കളും സന്യസ്ത ജീവിതം സ്വീകരിച്ചു. തന്നെയുമല്ല മക്കളുടെ മക്കളും ഒരു പേരക്കിടാവും വൈദിക ജീവിതം തിരഞ്ഞെടുത്തു. വൈദികർ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നതിനായി ഇടതടവില്ലാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തി ഇനി വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കൃപയൊഴുകുന്ന വടവൃക്ഷത്തിലെ നാരായ വേരുകളാണിവർ. ഇതിൽ സോഫി MSMയും റാഫേൽ SABSും ഒരേ വർഷം മരണമടഞ്ഞു. ചിത്രത്തിൽ കാണുന്ന മറ്റുള്ളവർ യഥാക്രമം CMI, CST, ഡോൺ ബോസ്കോ എന്നീ സഭകളിലെ വൈദികരാണ്. മറ്റൊരാൾ CSM കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റർ തന്നെ. കുടുംബവൃക്ഷത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപകളെ നാം അനുദിനം കണ്ടെത്തണം. അതിന് ഓരോ വ്യക്തിയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിനു പകരം അവരെ നിന്ദിക്കുകയോ മുൻവിധിയോടെ പരിഹസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കുന്നതിന് തുല്യമാണ്. ലോക അവസാനം വരെ നമ്മോടൊത്ത് നമ്മെ സഹായിക്കാനുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവ ആത്മാവിൻ്റെ ആ പ്രവേശനത്തെ നാം ദുഃഖിപ്പിക്കരുത്. ആയതിനാൽ കുടുംബ കൂട്ടായ്മകളിൽ ഇത്തരം ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ചേരുന്നതാകണം. അതിനായി ഓരോ കുടുംബവും അവരുടെ കുടുംബചരിത്രം എഴുതുകയും പരസ്പരം മതിപ്പുണ്ടാകുന്ന സംസാര രീതിയും കുടുംബജീവിതത്തിലെ തിക്താനുഭവങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അവയിലെ ദൈവാനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ കുടുംബനാഥന്മാരും നാഥമാരും പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ മക്കൾക്ക് ദൈവാനുഭവങ്ങൾ കണ്ടെത്തുവാൻ, ദൈവകൃപകൾ മനസ്സിലാക്കുവാൻ അവസരം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിന് ചുക്കാൻ പിടിക്കുവാൻ ബന്ധപ്പെട്ടവരും അധികാരപ്പെട്ടവരും ശ്രമിച്ചാലേ
നല്ല കുടുംബങ്ങളും നല്ല ദൈവവിളികളും നമുക്ക് ലഭിക്കൂ.